നമസ്തേ, ഞാൻ ശിവറാം ബാബു ഉമർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പറയുന്നത് ഞാൻ മകരം രാശിയിൽ ജനിച്ചവരുടെ മാസഫലങ്ങൾ, അവരുടെ പ്രത്യേക മുഹൂർത്തങ്ങൾ, കടമിടാനുള്ള മുഹൂർത്തങ്ങൾ എന്നിവയാണ്. മകരം രാശി ജനിച്ചവർ നമുക്ക് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്തരത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അരഭാഗം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് 15 മുതൽ ജൂൺ 14 വരെയുള്ള കാലഘട്ടം, എന്ന് വെച്ചാൽ ഇടവമാസം, ഈ മാസഫലങ്ങളാണ് ഞാൻ പരിശോധിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിത് പറയുന്നതിൻ്റെ അടിസ്ഥാനം, മാസഫലങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം സൂര്യൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ സൂര്യൻ മേടമാസം ഇടവമാസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിലേക്ക് സൂര്യൻ വരികയാണ്. വളരെ അത്ര അനുകൂലമല്ലാത്തൊരു സമയം. പക്ഷേ ജനറലായിട്ട് വ്യാഴം അനുകൂലമായി നിൽക്കുന്നതിനാൽ ഇവർക്ക് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഗോഡിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, വ്യാഴൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് അനുകൂലമായ സമയമാണ്. സൂര്യൻ്റെ ഈ ഒരു മാസം സമയകാലഘട്ടത്തിൽ ചെറിയ പ്രതികൂലാവസ്ഥ വരും. ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടം. സൂര്യൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കും എന്ന് ഞാൻ പറയാം. റിസ്ക് എടുക്കാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ ഓഹരി വിപണി ഉള്ള ആൾക്കാർ കുറച്ച് ശ്രദ്ധിക്കണം. അവർക്ക് വളരെ ഈ ഒരു മാസം അനുകൂലമല്ല. എല്ലാ മാസവും ഈ മാസം അനുകൂലമല്ല എന്നാണ് ഞാൻ പറയാൻ മീനിങ്. പ്രൊഫഷണലായിട്ട് വരുമ്പോൾ സ്മൂത്തായിരിക്കില്ല. ചില ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പ്രശംസ ലഭിച്ചു എന്ന് വരില്ല. അല്ലെങ്കിൽ അതിനുള്ള ഒരു എസ്ക്രീഷ്യ എന്നൊക്കെ പറയുന്ന ആ സംഭവം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് നമ്മൾ വേണ്ട എന്ന് വിചാരിക്കണം. അല്ലാതുള്ള കാര്യങ്ങളിലൊക്കെ വളരെ അനുകൂലമാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഫൈനാൻഷ്യലായിട്ട് വലിയ കുഴപ്പമില്ല, ഓക്കെയാണ്. അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കൊരു വ്യാഴൻ്റേതായ അനുഗ്രഹം എന്നുമുണ്ട് എന്നുള്ളൊരു സംശയമില്ല. 5ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ വേറൊരു സഹോദരിയെ കുട്ടികളെ അനുസരിപ്പിക്കാൻ പ്രയാസപ്പെടും. സ്വല്പം അനുസരണക്കേട് അവർ കാണിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. 5ാം ഭാവം കൊണ്ട് സന്താനങ്ങളാണ്. സൂര്യനൊക്കെ വരുമ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീടുള്ളതെന്ന് വെച്ചാൽ 5ലേക്ക് ശുക്രൻ വരികയാണ്. അപ്പോൾ മറ്റു കാര്യങ്ങൾ, കലാപരമായ കാര്യങ്ങൾ, നമ്മുടെ ചിന്തകളൊക്കെ കറക്റ്റായിരിക്കും. എല്ലാം വളരെ അനുകൂലമായിട്ട് തന്നെ വരും. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ ഭയങ്കര സ്മൂത്തായിരിക്കില്ല, ചെറിയ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. പ്രണയിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇതൊക്കെ ആണെങ്കിലും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമാണ്, ദമ്പതികൾക്ക് അനുകൂലമാണ്. അവർക്കൊക്കെ വളരെ ആവേശപൂർവ്വം അന്യോന്യം സ്നേഹിക്കാൻ പറ്റിയ സമയമാണ്. ശുക്രനും കൂടെ 5ാം ഭാവത്തിലെത്തുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായി വരും. അതുപോലെ സ്റ്റുഡൻസിനും കുഴപ്പമില്ല. എൽഡേഴ്സ് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട തന്നെയാണ്. അവർക്കൊക്കെ അവരുടെ പ്ലാനിങ്ങിന് മരുന്നുകളും കാര്യങ്ങളൊന്നും തെറ്റാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ മകരരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. വളരെ ചെറിയൊരു 15-20% പ്രതികൂലാവസ്ഥയുണ്ട്. അത് ഞാൻ നേരത്തെ പറയില്ല. പ്രൊഫഷണൽ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ബിസിനസ്സുകാർ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത് മറ്റു കാര്യങ്ങൾ ഒരു മാസം മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ളതായിരുന്നു. അഭിനേതാക്കൾ അവർക്ക് അനുകൂലമായ സമയം. ഊഹക്കച്ചവടം അല്ലെങ്കിൽ ഓഹരി യൂണി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. കുട്ടികളെ ബാധിക്കുന്ന ടീച്ചേഴ്സിന് അനുകൂലമല്ല. അവർ പറയാൻ കേൾക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിലുണ്ട്. ബാക്കിയെല്ലാം വളരെ അനുകൂലമാണ്. അടുത്ത മാസം 6ാം തീയതി കറുത്തവാവാണ്. അപ്പോൾ സ്ത്രീകൾക്കും ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. തൈറോയ്ഡ് ഉണ്ടാവാം. അതെല്ലാം കൂടാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ പറയുന്ന കുറച്ച് നല്ല ദിവസങ്ങളാണ്, മുഹൂർത്തങ്ങൾ. നമുക്ക് കാറോ വാഹനമൊക്കെ മേടിക്കാനോ, അല്ലാന്നുണ്ടെങ്കിൽ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാനോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സംബന്ധമായ ഒരു മാർക്കറ്റിങ്ങിന് ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാനോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായ ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾ ഞാൻ പറയാം. മെയ് മാസം 23, 25, 26, 28, 29. മെയ് മാസത്തിൽ 23, 25, 26, 28, 29 ഈ ദിവസങ്ങൾ വളരെ അനുകൂലമായ ദിവസങ്ങളാണ്. അതുപോലെ ജൂണിലാണെങ്കിൽ 1, 2, 8, 9 ഈ ദിവസങ്ങളും വളരെ അനുകൂലമായ ദിവസങ്ങളാണ്. പിന്നെ പറയുന്നത് കുറച്ച് മുഹൂർത്തങ്ങളാണ്. ഇതിനുള്ള കടമിടാനുള്ള മുഹൂർത്തങ്ങളാണ്. ഞാൻ വളരെ ഡീറ്റെയിലായി അതിനെപ്പറ്റി പറയുന്നില്ല. കാര്യം മുൻ വീഡിയോകളിലൊക്കെ ഈ കടമിടാനുള്ള മുഹൂർത്തങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായിട്ടുമൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ആൾക്കാർ കുറേശ്ശെങ്കിലും പൈസ കൊടുക്കാൻ പറ്റുന്ന സമയമാണ്. അത് ഈ മെയ് മാസത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ 18ാം തീയതി ശനിയാഴ്ച